സൗദിയിലെ കമ്പനി ഉടമസ്ഥാവകാശം സംബന്ധിച്ച നിയമം കർശനമാക്കുമെന്ന് വാണിജ്യമന്ത്രി. ഉടമസ്ഥാവകാശം സംബന്ധിച്ച് തർക്കമുണ്ടായാൽ കമ്പനിയുടെ നിയമാവലിക്കനുസരിച്ചാകും തീരുമാനമെടുക്കുക. കമ്പനിയിൽ 25% അതിൽ കൂടുതലോ ഭൂരിപക്ഷ ഓഹരിയുള്ളവരെയാകും ബെനിഫിഷ്യൽ ഓണറായി കണക്കാക്കുക. സൗദി അറേബ്യയിലെ കമ്പനി ഉടമസ്ഥാവകാശം സംബന്ധിച്ച നിയമമാണ് കർശനമാക്കാൻ പോകുന്നത്. ഇതിൽ പ്രധാനപ്പെട്ടത് സൗദിയിലെ കമ്പനിയുടെ ബെനിഫിഷ്യൽ ഓണർ ആരാണ് എന്നത് തിരിച്ചറിയാനുള്ള നിയമങ്ങളിൽ മാറ്റം വരുത്തുമെന്നുള്ളതാണ് വാണിജ്യമന്ത്രി മാജിദ് അൽ കസബി പറഞ്ഞത്. ഇതിനുള്ള ഭേദഗതിക്ക് മന്ത്രാലയം അംഗീകാരം നൽകി. അന്തിമമായി ഉടമസ്ഥാവകാശം കൈയാളുന്നയാൾക്കാണ് ബെനിഫിഷ്യൽ ഓണർ എന്ന് പറയുന്നത്. ഒരു വ്യക്തിയെ ബെനിഫിഷ്യൽ ഓണറായി കണക്കാക്കണമെങ്കിൽ കമ്പനിയിൽ നേരിട്ടോ അല്ലാതെയോ 25% അതിലധികമോ ഉടമസ്ഥാവകാശം വെച്ചു പുലർത്തിയിരിക്കണം. ഇതാണ് സൗദിയിലെ നിയമം. കമ്പനിയിൽ ഒന്നിലധികം ഉടമകൾ ഉണ്ടെങ്കിലും ആർക്കും ഈ നിശ്ചിത ശതമാനം ഉടമസ്ഥാവകാശം ഇല്ലാത്ത സാഹചര്യത്തിലും കമ്പനിയുടെ നിയന്ത്രണമുള്ള ആളെ ഇതിനായി പരിഗണിക്കും. ഈ രണ്ട് മാനദണ്ഡങ്ങൾ പ്രകാരവും ബെനിഫിഷ്യൽ ഓണറെ തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ കമ്പനിയുടെ ഘടനയനുസരിച്ച് മാനേജർ, ബോർഡ് അംഗം, ചെയർമാൻ എന്നിവർക്ക് ഈ പദവി നൽകും. മറ്റൊരാൾക്ക് വേണ്ടി ഓഹരി അവകാശങ്ങൾ പ്രയോജനപ്പെടുത്തുന്നവരെല്ലാം ബെനിഫിഷ്യൽ ഓണറുടെ വിവരങ്ങൾ വെളിപ്പെടുത്തുകയും ഉണ്ടാകുന്ന മാറ്റങ്ങൾ 15 ദിവസത്തിനകം റിപ്പോർട്ട് ചെയ്യുകയും വേണം. അല്ലാത്തപക്ഷം ഉടമസ്ഥ അവകാശത്തിൽ നഷ്ടങ്ങൾ നേരിടുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നു. മീഡിയ 1, റിയാദ്.